നമസ്കാരം. യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ നടിക്കെതിരെ വലിയ വിമർശനം ഉയരുകയാണ്. സിനിമയിൽ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് വിമർശനങ്ങളിൽ ഏറെയും. മുൻപ് കസബ വിവാദത്തിൽ മമ്മൂട്ടിക്കെതിരെ സ്ത്രീവിരുദ്ധത ചൂണ്ടിക്കാട്ടി വിമർശിച്ച WCC അംഗങ്ങളിൽ ഒരാൾ കൂടിയായ ഗീതുവിന് സ്വന്തം സിനിമയിലെ സ്ത്രീവിരുദ്ധത മനസ്സിലാകുന്നില്ലേ എന്നതാണ് വിമർശകരുടെ ചോദ്യം. ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് രാഹുൽ ഈശ്വറും. രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെ: ഗീതു മോഹൻദാസ് അടക്കമുള്ള ഫെമിനിസ്റ്റ് നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരുടെ പ്രത്യേകത ബാക്കിയുള്ളവർക്കൊന്നും പാടില്ല, പക്ഷേ തങ്ങൾക്ക് എന്തും ആകാമെന്നാണ്. കസബ സിനിമയിൽ അതിന്റെ ഡയറക്ടർ എഴുതിക്കൊടുത്ത ഡയലോഗ് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ ആക്രമിക്കാൻ ആളുകൾക്ക് ഒരു മടിയും കണ്ടില്ല. ഗീതു മോഹൻദാസിന്റെ ചിത്രത്തിന്റെ പേര് തന്നെ ടോക്സിക് എന്നാണ്. ലൈംഗികോദ്ദീപകമായ പോസ്റ്ററും വീഡിയോകളും ഒക്കെ ആ സിനിമയിലുണ്ട്. പക്ഷേ അത് സ്ത്രീവിരുദ്ധതയല്ല. ഗീതു മോഹൻദാസ് ചെയ്താൽ സ്ത്രീ വിമോചനവും ഫെമിനിസവും സ്ത്രീകളെ മഹത്വവൽക്കരിക്കാനുള്ളതുമാണ്. മമ്മൂട്ടി പറഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധതയുമാണ്. പുരുഷൻ എന്ത് പറഞ്ഞാലും തെറ്റ്, സ്ത്രീ എന്ത് ചെയ്താലും ശരിയാണ് എന്ന മട്ടിലുമാണ് കാര്യങ്ങൾ പോകുന്നത്. യശ് സൂപ്പർ സ്റ്റാർ ആണ്, KGF ഒക്കെ മോഡലിൽ എടുത്തതായിരിക്കും. പക്ഷേ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ആക്രമിക്കുമ്പോൾ എന്നെങ്കിലും ഇത് തിരിഞ്ഞുകുത്തുമെന്ന് മറക്കരുത്. പ്രത്യേകിച്ച് ഈ കുത്തിപ്പൊക്കലുകളുടെ കാലത്ത് വിമർശനങ്ങൾ ആസ്വദിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പോസിറ്റീവ് ട്രോളുകൾ ആസ്വദിക്കും, പക്ഷേ വ്യക്തിഹത്യ ആകരുത്. എന്തായാലും ഗീതു മോഹൻദാസ് എയറിൽ നിൽക്കട്ടെ. വിമർശനങ്ങൾക്ക് അവർ തന്നെ മറുപടി നൽകട്ടെ. നമ്മൾ എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിൽ സത്യസന്ധമായി ഉറച്ചു നിൽക്കണം. ഞാൻ പറയുന്നത് സത്യസന്ധമായ നിലപാടായതിനാലാണ് ജനങ്ങൾ എനിക്കൊപ്പം നിൽക്കുന്നത്. നടൻ സിദ്ദിഖ്, വിജയ് ബാബു, ഒമർ ലുല്ലു തുടങ്ങിയവരുടെ വിഷയങ്ങളിൽ ഞാൻ എടുത്ത നിലപാട് ശരിയാണെന്ന് കാലവും കോടതിയും തെളിയിച്ചിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കാവ്യ മാധവനെ അടക്കം എത്ര ദിവസം മുഖ്യധാരാ മാധ്യമങ്ങൾ എയറിൽ കയറ്റി. കാവ്യയുടെ അമ്മയെ വരെ വിമർശിച്ചില്ലേ? ലിബറൽ ആൾക്കാരുടെ കയ്യടിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ. സത്യസന്ധതയാണ് ഏറ്റവും പ്രധാനം. സത്യസന്ധമായ നിലപാടുകൾ തെറ്റിപ്പോയേക്കാം, അത് പക്ഷേ തുറന്നു പറഞ്ഞാൽ തീരും. നമ്മുടെ ആളുകളുടെ പ്രശ്നം തെറ്റ് പറ്റിയാൽ തുറന്നു പറയില്ല. ഗീതു മോഹൻദാസ് പണ്ട് പറഞ്ഞ കാര്യം തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞത് ശരിയില്ലെന്ന് സമ്മതിക്കുകയോ അല്ലെങ്കിൽ മാർക്കറ്റിന് ഇതാണ് ആവശ്യം അതിനാൽ ഞാൻ ടോക്സിക് എടുത്തു എന്ന് പറയുകയും ചെയ്യുന്നതാണ്. അത് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയാണ് രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.